PSC തട്ടിപ്പ് കേസിൽ പ്രമോദ് കോട്ടുളിയോടൊപ്പം BJP നേതാവും കോട്ടുളിക്കായുള്ള പണം ഇയാൾക്കാണ് നൽകിയത്. 20 ലക്ഷം രൂപ ചെക്കായി നൽകുകയായിരുന്നു. മൂഴിക്കൽ സ്വദേശിയായ പ്രാദേശിക നേതാവ് പണത്തിന്റെ പങ്ക് നൽകിയതായും പാർട്ടി കണ്ടെത്തി. പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസിന് മുൻപാകെ മൊഴി നൽകി. PSC കോഴ ആരോപണത്തിൽ തെളിവുകൾ തരുന്നവരെ CPM സമ്മർദ്ദത്തിലാക്കുന്നതായി പരാതിക്കാരൻ വൈശാഖ് ആരോപിച്ചു. പ്രമോദ് കോട്ടൂളി ഉൾപ്പെട്ട നിയമനക്കോഴ വിവാദം നാളെ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യാനിരിക്കെയാണ് ഈ കോഴയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രമോദ് കോട്ടൂളിയോടൊപ്പം ഈ ജോലി തട്ടിപ്പിന് ഒരു BJP പ്രാദേശിക നേതാവിന്റെ സഹായം കൂടി ലഭിച്ചിട്ടുണ്ടെന്ന കണ്ടെത്തലാണ് CPM നടത്തുന്നത്. ഈ പരാതിക്കാരിയുടെ ഭർത്താവിൽ നിന്നും 20 ലക്ഷം രൂപ ചെക്കായി വാങ്ങിയത് ഇവരുടെ ഒരു പൊതു സുഹൃത്താണെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ പൊതു സുഹൃത്ത് എന്നത് പ്രാദേശിക CPM നേതാവാണ് എന്നാണ് CPM കണ്ടെത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പിന് പിന്നിൽ ഇരുവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചു എന്നും വിലയിരുത്തുന്നു. ഈ പരാതിക്കാരന്റെ കുടുംബത്തെ ഫോണിൽ ആരോഗ്യ സെക്രട്ടറിയുടെ പേരിൽ ഫോൺ വിളിച്ച് ആശയവിനിമയം നടത്തിയ അടക്കമുള്ള കാര്യങ്ങളും ഈ BJP പ്രാദേശിക നേതാവ് ചെയ്തിട്ടുണ്ട്. ഈ തട്ടിപ്പ് പണത്തിന്റെ ഒരു പങ്ക് ഇയാൾക്ക് ലഭിച്ചു എന്നും വിലയിരുത്തലുണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ നാളെ വിശദമായി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും. വിഷയവുമായി ബന്ധപ്പെട്ട പ്രമോദ് കോട്ടൂളിൽ നിന്നും വിശദീകരണം തേടുകയും ഇന്നലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം കൂടി വിലയിരുത്തിയ ശേഷമാവും ഒരു വിശദമായ ചർച്ചയിലേക്ക് പാർട്ടി കടക്കുക. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് പ്രമോദ് കോട്ടൂളിക്കെതിരെ ശക്തമായ നടപടികൾ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴ ആരോപണം മാത്രമല്ല, യുവതാര കോട്ടൂളി എന്ന പേരിലൊരു പ്രത്യേക കൂട്ടായ്മ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രമോദ് കോട്ടൂളി സംഘടിപ്പിച്ചു വരികയായിരുന്നു. ഇതൊരു സമാന്തര സംവിധാനമായി പാർട്ടിക്ക് മുകളിൽ വളരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. എന്തായാലും ഇതടക്കമുള്ളവ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ ആണ് CPM വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് നീങ്ങുന്നതെന്ന വിവരങ്ങളുമാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി മെഡിക്കൽ കോളേജ് ACPക്ക് അന്വേഷിക്കാൻ കൈമാറുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈശാൽ എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം വളരെ വിശദമായി പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ലഭ്യമായ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. ബിനാമി ഇടപാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. പ്രമോദ് കോട്ടൂളി അടക്കമുള്ളവരുടെ ഫോൺ രേഖകളും മറ്റ് സ്വത്ത് വിവരങ്ങളുമൊക്കെ പരിശോധിച്ചാൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തായാലും നാളെ ജില്ലാ കമ്മിറ്റി ചേരുമ്പോൾ അതിനിർണായകമായ ദിനമായി മാറുകയാണ് നാളത്തെ ദിനം പ്രമോദ് കോട്ടൂളിക്ക്. PSC കോഴ ആരോപണത്തിൽ തെളിവുകൾ തരുന്നവരെ CPM സമ്മർദ്ദത്തിലാക്കുന്നതായി പരാതിക്കാരൻ. ബിനാമി ഇടപാടുകളാണ് നടന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പോലീസ് ഉറപ്പു നൽകിയെന്നും പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് വൈശാഖ് പറഞ്ഞു. ഒരു റിലേറ്റബിൾ സോഴ്സുകളിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് CPMന്റെ നമുക്കറിയാമല്ലോ, ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് ചില കാര്യങ്ങളെല്ലാം തന്നെ ഇരിക്കുന്നത്. ആ ഇരുമ്പ് മറ ഭേദിച്ച് ചില കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇന്നെല്ലാം തന്നെ മാധ്യമങ്ങളിൽ പല തെളിവുകളും പുറത്തേക്ക് വരുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി ആ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷ. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അത്തരം വിവരങ്ങൾ തരാൻ തയ്യാറാവും. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങളും പുറത്തു വരുന്നത് ഈ നാടിന് തന്നെ ഏറ്റവും വലിയ ഒരു ഗുണകരമായിരിക്കുമെന്ന PSC എന്ന ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനം ഇന്ന് അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ജനാധിപത്യത്തിന്റെ 4ാം തൂണുകളെന്ന് നമ്മൾ അവകാശപ്പെടുന്ന മാധ്യമങ്ങളടക്കമുള്ള ആളുകൾക്ക് ഇത്തരം അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരളവ് കാണേണ്ട കാര്യമല്ല. കാരണം കേരളത്തിൽ ലക്ഷക്കണക്കിനായിട്ട് വരുന്ന ആ PSCയെ ഏതെങ്കിലും കരിനിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഒക്കെ തന്നെ ആശങ്ക പരിഹരിക്കേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്.